അങ്ങനെ അച്ഛനാവണം എന്ന് വിചാരിച്ച് സെമിനാരി ചേർന്നല്ല ഞാൻ. 10ാം ക്ലാസ് ഞാൻ പഠിച്ചത് മലയാറ്റൂർ സ്കൂളിലാണ്. അത് കഴിഞ്ഞ് 10ാം ക്ലാസ്സിൽ പിന്നെ എനിക്കൊരു കൂട്ടുകാരൻ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവനും ഞാനും കൂടി ഇങ്ങനെ സെമിനാരി പോകാം എന്നുള്ളൊരു തീരുമാനം എടുത്തു. ആ സമയത്ത് കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിച്ച് +1 +2 ഒക്കെ പഠിച്ചിട്ട് പിന്നെ തീരുമാനിക്കാമെന്നൊക്കെ ഓർത്ത് അങ്ങനെ സെമിനാരി ചേർന്നതാണ്. ചേരാനായിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഈ ഫ്രാൻസിസ്കൻ OFM കൺവെൻച്വൽ സഭയിൽ നിന്ന് ഒരച്ഛനുണ്ടായിരുന്നു. ആ അച്ഛനെ ഞങ്ങൾ പരിചയപ്പെട്ടു. ആ അച്ഛൻ വീട്ടിൽ വന്നു. അങ്ങനെ സെമിനാറിലേക്ക് വരാൻ ഇൻവിറ്റേഷനൊക്കെ തന്നു. ഞങ്ങളങ്ങനെ സെമിനാറിലേക്ക് വന്നു. പിന്നെ ആദ്യത്തെ 3 വർഷം ഞങ്ങൾക്ക് കാഞ്ഞിരപ്പള്ളിയിലായിരുന്നു സഭയുടെ മൈനർ സെമിനാരി. അങ്ങനെ ആദ്യത്തെ കുറച്ച് വർഷങ്ങളൊക്കെ പഠിച്ചു. പിന്നെ നമുക്കിങ്ങനെ പോകാനായിട്ട് നമ്മുടെ മെയിൻ പ്ലാൻ ഇതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പോകാനായിട്ടൊക്കെ ഉള്ള ടെംപ്റ്റേഷൻസൊക്കെ ഒരുപാട് ഉണ്ടായി. എങ്കിലും പിന്നെ കുറച്ച് ആളിങ്ങനെ പിടിച്ച് നമുക്ക് ഈ സഭയുടെ ലൈഫും ഈ സഭയിലുള്ള ജീവിതമൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നിന്നു. ഒരു ദിവസം തന്നെ ഞങ്ങൾക്ക് 2 കോർഡിനേഷൻ ഞങ്ങൾ മേടിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഒരു ദിവസം ചേർന്നു, ഒരു ദിവസം കോർഡിനേഷൻ കിട്ടി. ആ അച്ഛൻ്റെ പേര് റോണി എന്നാണ്. ആളിപ്പോൾ ഇറ്റലി സെറാഫിക്കം ഞങ്ങളുടെ തന്നെ യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ പഠിക്കുന്നു. സെമിനാരി പോയിന്ന് പറഞ്ഞു. പക്ഷെ അച്ഛനാവാനുള്ള ഉദ്ദേശത്തോടെ അല്ല പോയെന്ന് പറഞ്ഞു. അപ്പൊ ഏത് പോയിന്റിലാണ് അച്ഛൻ തിരിച്ചറിഞ്ഞത് ഓക്കെ എൻ്റെ ദൈവവിളി ഒരു അച്ഛനാവുക എന്നുള്ളതാണ് എന്നുള്ളത്? ഞാനപ്പോൾ ഒരു ആദ്യത്തെ 3 വർഷം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വീട്ടിലൊക്കെ പോകാനായിട്ട് ഇങ്ങനെ പയ്യെ തീരുമാനമൊക്കെ എടുത്തായിരുന്നു. പിന്നെ അവധിക്കൊക്കെ കിട്ടിയപ്പോൾ വീട്ടിലൊക്കെ പോയി. ഒരു 1.5 മാസം അവധിയൊക്കെ ഉണ്ടായി. പിന്നെ അങ്ങനെ നാട്ടിൽ നിന്നിട്ട് വലിയ സുഖം തോന്നിയില്ല. തിരിച്ചങ്ങടേക്ക് തന്നെ പോകണം എന്നുള്ളൊരു മൈൻഡായിരുന്നു എപ്പോഴും. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ചവിടെ ചെന്നു. അപ്പോഴും പിന്നെ നമുക്ക് അവിടെ നിൽക്കണം അങ്ങനത്തെ ഒരു ഫുൾ നമുക്കൊരു അച്ഛനാവണം എന്നുള്ള ആഗ്രഹം പ്രീ യൂണിവേഴ്സിറ്റി ഹൗസിലും വെച്ച് അങ്ങനെ കൃത്യമായിട്ട് വന്നില്ല. പിന്നെ ഞങ്ങൾക്ക് 5ാമത്തെ വർഷം ഞങ്ങൾ പഠിക്കുന്നത് ഊട്ടിയിലാണ്, കോട്ടഗിരി. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഇതേവരെ ഊട്ടിയിലൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊക്കെയായാലും 4 വർഷമായല്ലോ, ഊട്ടിയും കൂടി കണ്ടിട്ട് അങ്ങനെ തിരിച്ചു പോകാമെന്നുള്ളൊരു പ്ലാനിൽ നിൽക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോട്ടഗിരിക്ക് ഊട്ടി യൂണിവേഴ്സിറ്റി ഹൗസിൽ ചെന്നു. യൂണിവേഴ്സിറ്റിയിൽ അറിയാലോ, ഇങ്ങനെ നമുക്ക് മാസത്തിലൊരിക്കൽ ലെറ്റർ എഴുതാനൊക്കെ പറ്റുള്ളൂ, വീട്ടിലേക്ക് വിളിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ വീട്ടുകാരായിട്ടുള്ള ബന്ധങ്ങളൊക്കെ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് കട്ടായിപ്പോയി ഒരു കൊല്ലം കൊണ്ട്. പിന്നെ ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഊട്ടിയിലെ കാലാവസ്ഥ അടിപൊളി, താമസം, ഞങ്ങളുടെ ഹൗസൊക്കെ ഇരിക്കണ ഭയങ്കര ഒരു ആംബിയൻസ് ഉള്ള സ്ഥലത്താണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കാനും സഭയുടെ കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിക്കണത് അവിടെ ചെന്നിട്ടാണ്. നമ്മൾ ഫ്രാൻസിസ്കനിസം പഠിത്തങ്ങളും അല്ലെങ്കിൽ സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റൂള്, സഭ എന്താണെന്നൊക്കെ കൂടുതൽ അറിയണത് അവിടെ വന്നിട്ടാണ്. യൂണിവേഴ്സിറ്റി ഹൗസ് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഉടുപ്പ് കിട്ടുന്നത്, 5ാം വർഷം അവസാനം. അപ്പോൾ ഈ ഉടുപ്പിട്ട് നിൽക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ആ സമയത്ത് തുടങ്ങിയായിരുന്നു. യൂണിവേഴ്സിറ്റി പഠിച്ചു തുടങ്ങി. പിന്നെ സഭേനെ പറ്റി അറിയാൻ തുടങ്ങി, ഫ്രാൻസിസിനെ പറ്റി കൂടുതൽ അറിയാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഈ ഉടുപ്പൊക്കെ ഇട്ട് കണ്ട് ഒരു പ്രൊഫഷനൊക്കെ സ്വീകരിക്കണം, അച്ഛനാവണം എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് എത്തുന്നത് യൂണിവേഴ്സിറ്റി ഹൗസിലാണ്.